നമസ്കാരം. ഇന്ത്യയോട് കളിച്ച് നല്ല മുട്ടൻ പണി വാങ്ങി ഇനി ആരുടെ കാല് പിടിച്ചാൽ രക്ഷപ്പെടാൻ കഴിയുമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് പാകിസ്ഥാൻ. ഇന്ത്യയെ തൊട്ടതു മുതൽ തുടങ്ങിയതാണ് പാകിസ്ഥാന്റെ കഷ്ടകാലം. കണക്കുകൾ പുറത്തു വരുമ്പോൾ ഇന്ത്യയെ ഇങ്ങോട്ട് കയറി ചൊറിഞ്ഞതിന് പാകിസ്ഥാന് നഷ്ടം കുടിവെള്ളം ഉൾപ്പെടെ കോടികൾ എന്നാണ് റിപ്പോർട്ടുകൾ. ഏപ്രിൽ 24 മുതൽ ജൂൺ 20 വരെ ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാകിസ്ഥാനിലൂടെയുള്ള വ്യോമപാത അടച്ചതിനെ തുടർന്ന് പാകിസ്ഥാൻ എയർപോർട്ട് അതോറിറ്റിക്ക് കോടികളുടെ നഷ്ടമെന്ന് റിപ്പോർട്ട്. വെള്ളിയാഴ്ച പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രാലയം ദേശീയ അസംബ്ലിയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് ഇതു സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത്. 2 മാസത്തെ വ്യോമപാത അടച്ചിടൽ പാകിസ്ഥാന് വരുത്തി വെച്ചിരിക്കുന്നത് 125 കോടി രൂപയുടെ നഷ്ടമെന്നാണ് വിവരം. റിപ്പോർട്ടുകൾ പ്രകാരം ദിവസേന 100 മുതൽ 150 ഇന്ത്യൻ വിമാനങ്ങളുടെ സർവീസാണ് തടസ്സപ്പെട്ടത്. ഇത് മൊത്തം വ്യോമഗതാഗതത്തിൽ 20% ഇടിവുണ്ടാക്കി. അത് ഓവർ ഫ്ലൈയിങ് ഫീസിൽ നിന്നുള്ള വരുമാനം കുറയ്ക്കുകയും ചെയ്തു. ഇതുമൂലം 2025 ഏപ്രിൽ 24-നും ജൂൺ 20-നും ഇടയിൽ ഇന്ത്യക്കുള്ള വ്യോമാതിർത്തി അടച്ചതിനെ തുടർന്ന് പാകിസ്ഥാൻ എയർപോർട്ട് അതോറിറ്റിക്ക് മൊത്തം നഷ്ടം 125 കോടി ഇന്ത്യൻ രൂപ, അതായത് 400 കോടി പാകിസ്ഥാൻ രൂപ എന്നാണ് കണക്കുകൾ. ഏപ്രിൽ 24 മുതൽ ജൂൺ 30 വരെയുള്ള വരുമാന നഷ്ടം ഓവർ ഫ്ലൈയിങ് ചാർജുകളുമായി ബന്ധപ്പെട്ടതാണെന്നും ഇത് നേരത്തെ റിപ്പോർട്ട് ചെയ്ത തുകയേക്കാൾ കുറവാണെന്നും ഫെഡറൽ പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുണ്ടായ നയതന്ത്രപരമായ പ്രശ്നങ്ങൾക്കു പിന്നാലെ ഏപ്രിൽ 23-ന് ഇന്ത്യ സിന്ധു നദീജല ഉടമ്പടി റദ്ദാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് പാകിസ്ഥാൻ വ്യോമാതിർത്തി അടയ്ക്കാനുള്ള തീരുമാനമെടുത്തതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം ഇന്ത്യൻ വിമാനങ്ങൾക്കുള്ള വ്യോമപാത അടച്ചിടുന്നത് 1 മാസത്തേക്ക് കൂടി, അതായത് 2025 ഓഗസ്റ്റ് 24 വരെ നീട്ടിയതായി പാകിസ്ഥാൻ അറിയിച്ചു. ഇതിനെ തിരിച്ചടി എന്നോണം പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് ആഭ്യന്തര വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നതിനുള്ള വിലക്ക് ഇന്ത്യയും ഓഗസ്റ്റ് 23 വരെ നീട്ടിയതായി കേന്ദ്ര വ്യോമയാന സഹമന്ത്രി മുരളീധർ മൊഹോർ അറിയിച്ചു. അതിനിടയിൽ പാകിസ്ഥാന് ഇന്ത്യ കൊടുത്ത തിരിച്ചടിയുടെ കൂടുതൽ കണക്കുകൾ ഇന്ത്യയും പുറത്തുവിട്ടു. ഓപ്പറേഷൻ സിന്ധൂറിനിടെ ഇന്ത്യ 5 യുദ്ധവിമാനങ്ങളടക്കം പാകിസ്ഥാന്റെ 6 വിമാനങ്ങൾ തകർത്തിട്ടുണ്ടെന്ന് വ്യോമസേനാ മേധാവി എയർ മാർഷൽ AP സിംഗ് പറഞ്ഞു. പാകിസ്ഥാന് സംഭവിച്ച നാശനഷ്ടങ്ങളുടെ എണ്ണം സംബന്ധിച്ച് വ്യോമസേനയുടെ ഉന്നത റാങ്കിൽ നിന്നുള്ള ആദ്യ സ്ഥിരീകരണമാണിത്. 5 യുദ്ധവിമാനങ്ങൾ കൂടാതെ പാകിസ്ഥാന്റെ ഒരു വ്യോമാക്രമണ മുന്നറിയിപ്പ് വിമാനമാണ് തകർത്തിട്ടുള്ളതെന്ന് IAF മേധാവി പറഞ്ഞു. ബാംഗ്ലൂരിൽ നടന്ന ഒരു പരിപാടിയിലാണ് വ്യോമസേനാ മേധാവിയുടെ ഈ വെളിപ്പെടുത്തൽ. ഇന്ത്യയുടെ കൈവശമുള്ള റഷ്യയുടെ S-400 വ്യോമ പ്രതിരോധ സംവിധാനമാണ് പാക് വിമാനങ്ങളെ തകർത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാകിസ്ഥാന്റെ 6 വിമാനങ്ങൾ ആകാശത്ത് വെച്ച് തകർത്തത് കൂടാതെ അവരുടെ 2 അതിലധികമോ യുദ്ധവിമാനങ്ങൾ നിലത്ത് വെച്ച് തകർത്തിട്ടുണ്ടെന്നാണ് വിവരം. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യൻ സൈന്യം നടത്തിയ ആക്രമണങ്ങൾക്ക് മുൻപും ശേഷവുമുള്ള സാറ്റലൈറ്റ് ചിത്രങ്ങളും ഫയർഫോഴ്സ് മേധാവി ചടങ്ങിൽ പങ്കുവച്ചു. ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന പാകിസ്ഥാനിലെ ബഹൽപൂർ ക്യാമ്പിന് നേരെ നടത്തിയ ആക്രമണത്തിൽ സമീപത്തുള്ള കെട്ടിടങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നും അദ്ദേഹം ചിത്രങ്ങൾ ചൂണ്ടിക്കാട്ടി അവകാശപ്പെട്ടു. മൊത്തത്തിൽ വടി കൊടുത്ത് അടിയും വാങ്ങിയിരിക്കുകയാണ് പാകിസ്ഥാൻ എന്ന് വേണം പറയാൻ. ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ പോലും ഇനി ഭയക്കാൻ വേറെ എന്തു വേണം പാകിസ്ഥാൻ? കിട്ടിയതൊക്കെ ഇടയ്ക്ക് ഓർത്തു നോക്കുന്നത് പാകിസ്ഥാന് ഇനിയൊരു പരീക്ഷണത്തിന് നിൽക്കാതിരിക്കാൻ ഉപകരിക്കും. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച